السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله أما بعد. കടങ്ങൾ വീട്ടാൻ പ്രയാസപ്പെടുന്നവർക്ക് അത് എത്രയും പെട്ടെന്ന് വീട്ടി തീർക്കാൻ പറ്റിയ മാർഗം എന്താണ് എന്ന് ഇൻഷാ അല്ലാഹ് പറയാം. പെട്ടെന്ന് വീട്ടണം എന്ന നിയത്തോടു കൂടി തന്നെയാണ് പലരും കടങ്ങൾ വാങ്ങുന്നതെങ്കിലും ചില സാഹചര്യങ്ങൾ, ജീവിത ചെലവുകൾ, പെട്ടെന്നുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ചില ആവശ്യങ്ങൾ, ചില പ്രതിസന്ധികൾ, ഇതെല്ലാം മനുഷ്യനെ കടങ്ങൾ വീട്ടുന്നതിൽ നിന്ന് അങ്ങോട്ട് വൈകിപ്പിക്കുകയും അതിനു പുറമെ ആ കടത്തിന് മേലെ കടങ്ങൾ വന്നുകൂടുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബികൾക്ക് കടങ്ങൾ വീട്ടാൻ പറ്റിയ ദിക്റുകളൊക്കെ പഠിപ്പിച്ചു കൊടുത്തതായ ഹദീസുകളിലൊക്കെ കാണാം. കാരണം കടമെന്നുള്ളത് രാത്രി കിടന്നാൽ പലപ്പോഴും ഉറക്കം കെടുത്തുന്ന ഒരു സംഗതിയാണ്. പ്രായമുള്ള ഒരു മനുഷ്യൻ, അയാൾ നേരത്തെ തന്നെ എഴുന്നേറ്റ് 80-85 വയസ്സായ വ്യക്തി 4 മണിക്ക് തന്നെ പള്ളിയിലെത്തും. അയാളോട് ചോദിച്ചപ്പോൾ അയാളും പറയുന്നത്, എനിക്ക് കിടന്നാൽ ഉറക്കം വരുന്നില്ല, അത്രയേറെ കടമുണ്ട് എന്നാണ്. അപ്പോൾ ഇങ്ങനെ രാത്രി ഉറക്കം കെടുത്തുന്ന ഒരു സംഗതിയാണ് കടം. കാരണം കടം വാങ്ങിയ ആളുകൾ, കടം നമുക്ക് നൽകിയ ആളുകൾ ഈ കടക്കാരനോട് വിളിച്ച് പ്രയാസപ്പെടുത്തുന്നു. അല്ലെങ്കിൽ അവർ ചോദിച്ചില്ലെങ്കിൽ തന്നെ ഒരുപാട് കടബാധ്യതകളെ കുറിച്ച് ഓർത്ത് ബേജാറായിട്ട് ഉറക്കമില്ല. പകൽ സമയമാവട്ടെ വല്ലാത്തൊരു നിന്ദ്യതയാണ് അയാൾക്ക്. കാരണം എങ്ങോട്ട് പോയാലും അവിടെയെല്ലാം താൻ കൊടുക്കാനുള്ള ആളുകളുണ്ട്. അവരെ മുമ്പിൽ ഞാൻ എങ്ങനെയാണ് നിൽക്കുക? അവർ പല പ്രാവശ്യം ചോദിച്ചു, എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ആൾക്കാർ മുമ്പിൽ വെച്ച് എന്നോട് ചൂടാകുമോ എന്നൊരു പേടിയാണ്. അതുപോലെ തന്നെ ആരുടെ മുമ്പിലും തല ഉയർത്തി നിൽക്കാൻ കഴിയാതെ വല്ലാത്തൊരു നിന്ദ്യതയാണ്. രാത്രി ഉറക്കമില്ല, പകലാണെങ്കിൽ അത് വല്ലാത്തൊരു നിന്ദ്യതയുമാണ് ഈ കടം എന്ന് പറയുന്നൊരവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടം വീട്ടാനുള്ളതായ വഴി പറഞ്ഞു തന്നു. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ദിക്ർ ധാരാളമായി പറയുകയാണെങ്കിൽ അള്ളാഹു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുകയും നമ്മുടെ കടങ്ങൾ അള്ളാഹു തആല വീട്ടിത്തരികയും ചെയ്യും. അതോടൊപ്പം തന്നെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ അതിനെ ദായിമയായി ചൊല്ലിയാൽ, പതിവാക്കി കഴിഞ്ഞാൽ അല്ലാഹു തആല ഇസ്തിഗ്ഫാറിനെ പതിവാക്കിയാൽ, മൻ ലസിമൽ ഇസ്തിഗ്ഫാറിനെ പതിവാക്കിയാൽ ജഅലല്ലാഹു സുബ്ഹാനഹു വ തആല ലഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജ്. എല്ലാവിധ ഇടുക്കത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും അല്ലാഹു തആല അവന് രക്ഷ നൽകും. അതിൽ നിന്ന് അള്ളാഹു കരകയറ്റും. ഒമിൻ കുല്ലി ഹമ്മിൻ ഫറജ്, എല്ലാ ബേജാറിൽ നിന്നും അള്ളാഹു തുറവടി നൽകും, സന്തോഷം നൽകും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹു തആല അവന് സമ്പത്ത് നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ
ഒരു കാര്യം ആദ്യം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യവയറ്റിന്റെ അകത്ത് അകപ്പെട്ടപ്പോൾ പറഞ്ഞ ഈ ഒരു ദിക്റും അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ഈ ദിക്റും കൂടെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു സ്വലാത്താണ്. അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം അതൊരു സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം അതൊരു സ്വലാത്താണ്. അങ്ങനെ നമുക്കറിയാവുന്ന സ്വലാത്ത് ഏതാണെങ്കിലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അത് സ്വലാത്തിനെ അധികരിപ്പിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും കടം വീട്ടാനുള്ളതായ വലിയൊരു മാർഗമാണ്. അത് പലരും പരീക്ഷിച്ച് വിജയിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ കടങ്ങൾ ഓരോന്നായി വീടിത്തീരുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിത്തരുമാറാവട്ടെ. അള്ളാഹു രണ്ട് ലോകത്തും ഇസ്സത്തുള്ള വിഭാഗത്തിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته.